ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലിട്ടിരുന്ന ആൻഡോയുടെയും എൽസമ്മയുടെയും സ്റ്റോറിയുടെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ്. അപ്പം തുടങ്ങാം. മോനെ മതി. കുറച്ച് നേരം ആരും ഒന്നും മിണ്ടിയില്ല, പരസ്പരം നോക്കിയതുമില്ല. മമ്മി മമ്മി എൻ്റെ മുഖത്തേക്ക് നോക്കിയേ. ധൈര്യം സംഭരിച്ച ശേഷം ആൻഡോ പറഞ്ഞു. അല്പം നിറഞ്ഞ കണ്ണുകളാൽ ഇരുവരും കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ മമ്മിയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ പറഞ്ഞേ. കർത്താവാണേ അങ്ങനെ വിചാരിക്കരുത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പം തോന്നിയ സ്ത്രീയാണ് മമ്മി. മമ്മിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. മമ്മി പറഞ്ഞാൽ മതി, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. മമ്മിക്ക് എപ്പോൾ ആ സഹായം വേണ്ടേ അപ്പം ഞാൻ വരാം. പക്ഷേ എനിക്ക് മമ്മിയുമായി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതിനെ ഒരു കുട്ടിക്കളിയായി മാത്രം കാണരുത്. നിർവികാരതയോടെ എൽസമ്മ ആൻഡോയെ നോക്കിയിരുന്നു. മോനെ, ഈ ശാരീരിക ബന്ധം എന്നൊക്കെ പറയുന്നത് എനിക്കെൻ്റെ ചാച്ചനെ അല്ലാതെ അങ്ങനൊന്നും പറ്റില്ല. നിനക്കെൻ്റെ മോൻ്റെ അല്ല, അവനേക്കാൾ ഇളയതാ. ഇതൊക്കെ കർത്താവ് പൊറുക്കുകയില്ല. എൽസമ്മയുടെ ശബ്ദമിടറി. അപ്പോൾ എൻ്റെ കൂടെ ചെയ്താൽ പാപമാണെന്നുള്ള ഭയമാണോ മമ്മിക്ക്? പിന്നല്ലേ, ഓർമ്മ വെച്ച കാലം തൊട്ട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന രൂപത്തിൻ്റെ മുന്നിൽ പിന്നെ ഞാൻ എങ്ങനെ? കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ആൻഡോയ്ക്ക് തോന്നി. സ്കൈപ്പ് ഡൗൺലോഡായിരുന്നു. മമ്മി, അത് ഡൗൺലോഡായിട്ടുണ്ട്. ഞാനിത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമേ. ആൻഡോ സോഫയിൽ നിന്ന് എണീറ്റു. സ്കൈപ്പ് ഉപയോഗിക്കുന്ന വിധം നന്നായി കാണിച്ചു കൊടുത്തു. എൽസമ്മ എല്ലാം ശ്രദ്ധയോടെ കേട്ടു നിന്നു. എബിയെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ആൻഡോ അവിടെ നിന്നും പോയി. പോട്ടെ മമ്മി. ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു. പരസ്പരമുള്ള തുറന്നുള്ള സംസാരം ഇരുവരെയും മനസ്സുകൊണ്ട് കൂടുതൽ അടുപ്പിച്ചു. ആൻഡോയെ പറ്റി എല്ലാം അറിയാമെന്നൊരു തോന്നൽ എൽസമ്മയ്ക്കുണ്ടായി. അവർക്കിടയിലുണ്ടായിരുന്ന പിരിമുറുക്കം അയഞ്ഞു വന്നു. സ്വന്തം ഭർത്താവ് പോലും കാണിച്ചിട്ടില്ലാത്ത കരുതൽ തന്നോടൊരു 21 വയസ്സുകാരൻ കാണിച്ചത് എൽസമ്മയെ സന്തോഷിപ്പിച്ചു. എൽസമ്മ ഇടയ്ക്കിടെ ആൻഡോയെ ഫോൺ വിളിക്കാൻ തുടങ്ങി. താൻ വഴങ്ങാത്തതിൻ്റെ ദേഷ്യവും നീരസവും ആൻഡോയുടെ ശബ്ദത്തിൽ ഒട്ടുമില്ല എന്നറിഞ്ഞപ്പോൾ ആൻഡോയോട് എൽസമ്മയ്ക്ക് അഭിമാനം തോന്നി. ഒരു നല്ല ആണാണ് ആൻഡോ എന്ന് മനസ്സിൽ പറഞ്ഞു. ഒപ്പം ആൻഡോയെ എബിക്കൊപ്പം താൻ സ്നേഹിക്കുന്നു എന്നും എൽസമ്മ തിരിച്ചറിഞ്ഞു. തന്നോട് ആൻഡോയ്ക്കുള്ള വികാരം മറ്റൊന്നാണ്. തന്നെ അവൻ വേറൊരു രീതിയിൽ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞിട്ടും ആൻഡോയോട് തെല്ലും ദേഷ്യം എൽസമ്മയ്ക്ക് തോന്നിയില്ല. എല്ലാം ഒരു തുറന്നു പറച്ചിലിൻ്റെ അനുഗ്രഹം. തൻ്റെ ഉള്ളിൽ ഇനി മറയ്ക്കാനൊന്നുമില്ല എന്ന വസ്തുത ആൻഡോയെ കൂടുതൽ ധൈര്യശാലിയാക്കി. എൽസമ്മയോട് ആൻഡോ വളരെ തുറന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി. ആൻഡോയുടെ സൗഹൃദം എൽസമ്മ ആസ്വദിക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ രാത്രി വൈകിയും ഫോൺ കോൾ നീണ്ടു. ദുബായ് എക്സ്പോ നല്ല രസമാണ് മമ്മി. എബിച്ചാച്ചൻ പോകുന്നുണ്ടെന്നാ പറഞ്ഞേ. അവൻ പറഞ്ഞായിരുന്നു, വെറുതെ കാശെല്ലാം കളയരുതെന്ന് ഞാൻ പറഞ്ഞു. ചാച്ചൻ അടിച്ച് പൊളിക്കട്ടെ മമ്മി. നിനക്ക് ഉറങ്ങാറായില്ലേ? സമയം 11 ആയല്ലോ. ഓ ഇല്ല മമ്മി, ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അത് 9 GB ഉണ്ട്. നീ എന്തുവാ പറയുന്നേ? GB-യോ? അതെന്തുവാ? അത് മെമ്മറി യൂണിറ്റാ. എൻ്റെ പ്രായത്തിലുള്ളവരോട് ഇതിനെപ്പറ്റി പറഞ്ഞാലൊന്നും മനസ്സിലാവുകയില്ല. ശരിയാ. എന്നാ ഞാൻ പോയി ഉറങ്ങട്ടെ. കുറച്ച് നേരം കൂടി സംസാരിക്കും മമ്മി, അല്ലേ ഞാൻ വഴിതെറ്റും. സംസാരിച്ചില്ലേ വഴിതെറ്റുവോ? എൽസമ്മ ചിരിച്ചു. പിന്നെ ബോറടിച്ചാൽ ഞാൻ നെറ്റിൽ വേണ്ടാത്തതൊക്കെ കാണാൻ തുടങ്ങും. വേണ്ടാത്തതോ? എന്തുവാ? മമ്മി അതൊന്നും കേട്ടിട്ടില്ലേ? ഇല്ല, എന്തുവാ? മമ്മി, ഞാൻ ഇടയ്ക്ക് മറ്റേ ടൈപ്പ് വീഡിയോ കാണും, ചുമ്മാ രസത്തിന്. ചീ, പന്ന ചെറുക്ക, കൊള്ളാം. എന്തേലും ഒരു രസം വേണ്ടേ മമ്മി? പിന്നെ വലിയ രസമല്ലയോ? ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഓരോന്ന് മനസ്സിലുണ്ടാകുന്നത്, അല്ലയോ? എപ്പോഴും കാണില്ല മമ്മി. നീ എന്തേലും കണ്ടിട്ട് പോയി ഉറങ്ങാൻ നോക്ക് പോ. കണ്ടിട്ട് അടുത്ത പരിപാടി ചെയ്യണ്ടേ, എന്നിട്ടേ ഉറങ്ങൂ.
ആൻഡോയുടെ ശബ്ദം പരുങ്ങുന്നത് എൽസമ്മ അറിഞ്ഞു. ഒപ്പം തൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നതും. എന്തു പരിപാടി? കുറച്ചു നേരം ആൻഡോ ഒന്നും പറഞ്ഞില്ല. മമ്മിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? ഫോൺ കട്ട് ചെയ്യരുത്, ദേഷ്യപ്പെടരുത്. എൽസമ്മ ഒന്നും മിണ്ടിയില്ല. മമ്മി അതൊക്കെ ചെയ്യുവോ? ഏതൊക്കെ? അല്ല, ഈ സ്വയം സന്തോഷിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ. ശേഷം ആൻഡോ പച്ചയ്ക്ക് തന്നെ ചോദിച്ചു. എൽസമ്മയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി, ഒപ്പം ചിരിയും വന്നു. ആൻഡോയെ, നിനക്ക് എന്തുവാടാ? എൻ്റെ കർത്താവേ, ഞാൻ ഫോൺ വെക്കുക. മമ്മി പ്ലീസ് പറയ്, മമ്മിക്ക് എല്ലാത്തിനും താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? ഇല്ല, ഞാനതൊന്നും ചെയ്യത്തില്ല. ഛേ, പോടാ അവിടുന്ന്, ഞാൻ ഫോൺ വെക്കുക. അങ്ങനെ ആഴ്ചകൾ പോയി. ഡിസംബർ പകുതിയായപ്പോൾ ക്രിസ്മസിൻ്റെ ഉണർവറിയാൻ തുടങ്ങി. എങ്ങനെയും നാട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു ആൻഡോയ്ക്ക്. 19-ാം തീയതി എത്തിക്കോളാം എന്ന് അമ്മച്ചിക്കും എൽസമ്മയ്ക്കും ഉറപ്പ് കൊടുത്തു. ആൻഡോ ചെന്നിട്ട് ക്രിസ്മസ് ഷോപ്പിങ്ങിന് ടൗണിൽ കൊണ്ടുപോകാം എന്ന് എൽസമ്മയോട് പറഞ്ഞു. കണ്ടിട്ട് 1.5 മാസമേ ആയുള്ളൂ. എങ്കിലും ഇത്തവണ വളരെ പുതുമയുള്ളതുപോലെ ആൻഡോയ്ക്ക് തോന്നി. നിരന്തരം സംഭവിച്ച ഫോൺ കോളുകൾ അവരെ വളരെ അടുപ്പിച്ചു. എൽസമ്മയുമായി ഇനി ഒരിക്കലും ഇടപഴകാൻ പറ്റില്ല എന്ന് കരുതിയെടുത്ത് നിന്ന് വളരെ വേഗം അവർ നല്ല കൂട്ടായി. മനസ്സുകൾ തമ്മിൽ തുറന്ന് സംസാരിച്ചാൽ പിന്നൊന്നും പ്രശ്നമല്ല എന്ന് ആൻഡോയ്ക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, താനൊരു വൃത്തികെട്ടവനാണെന്നറിഞ്ഞിട്ടും സ്നേഹത്തിൽ ഒരു കുറവ് പോലും വരുത്താത്ത എൽസമ്മയോടുള്ള സ്നേഹം അവനിൽ ഇരട്ടിച്ചു. ഡിസംബർ 20 ഞായറാഴ്ച പകൽ അവൻ നാട്ടിൽ ചെന്നു. ഉച്ച കഴിഞ്ഞ് ആൻഡോ ബൈക്കുമായി എബിയുടെ വീട്ടിൽ പോയി. ചെല്ലുവെന്ന് ഫോണിൽ അറിയിച്ചതിനാൽ ഒന്ന് ഹോൺ മുഴക്കി ഗേറ്റിന് പുറത്ത് കാത്തു നിന്നു. ആൻഡോയെ, എടാ. ചിരിച്ചു വന്ന് ഗേറ്റ് തുറന്നിറങ്ങിയ എൽസമ്മയെ കണ്ട് ആൻഡോ ആശ്ചര്യപ്പെട്ടു. വെളുത്ത കരയുള്ള ചുമന്ന സാരിയിൽ എൽസമ്മ വളരെയധികം സുന്ദരിയായിരുന്നു. അവരുടെ വെളുത്ത നിറത്തിന് നന്നായി ചേരുന്നതായിരുന്നു ആ വേഷം. ഗേറ്റ് അടയ്ക്കാൻ തിരിഞ്ഞപ്പോൾ സാരിയുടെ വിടവിലൂടെ ആൻഡോ എൽസമ്മയുടെ ബ്ലൗസിലൊന്ന് നോക്കി. ചുവന്ന ബ്ലൗസും ആ മുഴുപ്പും ആൻഡോയെ പരവശനാക്കി. ഹലോ ബെസ്റ്റ് ഫ്രണ്ട്, ഹൗ ആർ യു? ആൻഡോ തമാശ മട്ടിൽ ചോദിച്ചു. ഓ, ഒരു പത്രാസുകാരൻ. എൽസമ്മ അവനെ കളിയാക്കി ചിരിച്ചു. 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ നഗരത്തിൽ ഷോപ്പ് ചെയ്തു. പുൽക്കൂട് അലങ്കരിക്കാനുള്ള സാമഗ്രികളും സ്റ്റാറും കേക്കും വാങ്ങിയതിനു ശേഷം തുണിക്കടയിൽ കയറി. ആൻഡോ എൽസമ്മ അറിയാതെ അവർക്കായി ഒരു സാരി വാങ്ങി വെച്ചു. ഒപ്പം അമ്മച്ചിക്കും. തിരികെ പോകുന്ന വഴി കുറച്ച് പലചരക്ക് സാധനങ്ങളും വാങ്ങി പോകുമ്പോൾ മഴമേഘങ്ങൾ ഉരുണ്ട് കയറുന്നത് കണ്ടു. മമ്മി, മഴ പെയ്യുമായിരിക്കും. ശരിയാ, അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായെന്നും കുറച്ച് ദിവസം മഴ കാണുമെന്നും ന്യൂസ് കണ്ടായിരുന്നു. എന്തോ കാലവാ. വീടെത്താറായപ്പോൾ ശക്തമായ മഴ തുടങ്ങി. വളവ് തിരിയുന്നിടത്തുള്ള കടമുറിയിൽ കയറി നിൽക്കാൻ അവർ നിർബന്ധിതരായി. സമയം രാത്രി 7-നോടടുത്തിരുന്നു. ഞായറാഴ്ച ആയതിനാൽ പൊതുവെ വിജനമായ അവരുടെ ഗ്രാമത്തിൽ ആകെ നിശബ്ദതയായിരുന്നു. നാശം, ഒരല്പം കൂടി കഴിഞ്ഞായിരുന്നേൽ വീടെത്തായിരുന്നു. ഇവിടെ വരെ ആയില്ലേ മമ്മി, ഇതിപ്പോൾ മാറും. എൽസമ്മ മേടിച്ച സാധനങ്ങളൊന്നും നനഞ്ഞില്ല എന്നുറപ്പിക്കുകയായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ എൽസമ്മയുടെ ഭംഗി ആൻഡോ ആസ്വദിച്ചു നോക്കി. എടാ, മതി നോക്കിയത്. തന്നെ തുറിച്ചു നോക്കുന്ന ആൻഡോയോട് എൽസമ്മ തമാശയായി പറഞ്ഞു. ഇരുട്ടത്തും എൽസമ്മ പിടിച്ചല്ലോ എന്നറിഞ്ഞ ആൻഡോ ഒന്ന് ചൂളി. മമ്മി, എന്താ മോനെ? എന്തേലും പറ, ഈ മഴ മാറാൻ കുറച്ച് സമയമെടുക്കും. എന്തു പറയാനെന്ന മട്ടിൽ എൽസമ്മ ആൻഡോയെ ഒന്ന് നോക്കി. ഇരുട്ട് പരന്നതിനാൽ അവർക്ക് പരസ്പരം ശരിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. നല്ല മഴ, എനിക്ക് നല്ല മൂടാകുന്നു. ആൻഡോയെ, പുറകിൽ വീടുള്ളതാ. ആ കടമുറയ്ക്ക് പിറകിലുണ്ടായിരുന്ന വീട് ഡോറ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മുന്നിലൊരു ബൾബ് മാത്രം കത്തുന്നു. നല്ല മഴയല്ലേ, ആര് കേൾക്കാനാ? നിനക്കെപ്പോഴും ഈ മാത്രമേ ചിന്തയുള്ളൂ? എൽസമ്മ അവനെ കളിയാക്കി. ഏയ്, പക്ഷേ ഇന്ന് മമ്മി ഇങ്ങനെ കണ്ടതപ്പോൾ പിന്നെ മഴയും. അതാ, മമ്മി ഇന്ന് ഒത്തിരി സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്.
മോന് ഇതിനെപ്പറ്റി സംസാരിക്കണം, അതിനാ എന്തേലും പറയാൻ പറഞ്ഞ് അല്ലേ? നാണമില്ലാത്ത ചെറുക്കൻ. എൽസമ്മ കളിയാക്കി. എന്തിനെപ്പറ്റി? മറ്റേതിനെപ്പറ്റി. നീ എന്തിനാ സംസാരിക്കുന്നേ? അന്ന് നെറ്റിൽ ഓരോന്നൊക്കെ കാണുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ പോയി അത് കാണ്. എൽസമ്മ ചിരിച്ചു, ഒപ്പം ആൻഡ്രോയും. മഴയുടെ ശക്തി കൂടി. അല്പനേരം അവർ മിണ്ടാതെ നിന്നു. മമ്മിക്കുണ്ടായിട്ടുള്ള ആ ലൈഫിൽ മമ്മി ഹാപ്പിയാണോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല മോനെ, എൽസമ്മ പറഞ്ഞു. അതെന്താ എന്ന് ചോദിച്ചാൽ അതങ്ങനെ. നീ അന്ന് എന്നോട് അങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇതിനെ പറ്റിയൊക്കെ ഓർത്തത്. ആൻഡോ ഒന്ന് മൗനം കൊണ്ടു. മമ്മി, ഞാൻ ചോദിച്ചാൽ ഉള്ളത് പറയണം. എന്താ? മമ്മിയുടെ ഹസ്ബൻഡുമായി എങ്ങനെയുണ്ടായിരുന്നു? ബെഡ്റൂമിലൊക്കെ ഹാപ്പി ആയിരുന്നോ? കുറച്ചു നേരം എൽസമ്മ ഒന്നും മിണ്ടിയില്ല. അത് പിന്നെ ഏതാണുങ്ങൾക്കാ ഇതൊന്നും ഇഷ്ടമല്ലാത്ത? ചാച്ചനും ഇഷ്ടമായിരുന്നു. മമ്മി, ഞാൻ മമ്മിയുടെ കാര്യമാണ് ചോദിച്ചേ. മമ്മിയുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്തു തരുമായിരുന്നു എന്ന്. എന്തിഷ്ടങ്ങൾ? മമ്മിക്ക് ഓരോ താല്പര്യങ്ങൾ കാണില്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പിന്നെ സ്വന്തം ഇഷ്ടങ്ങളല്ലല്ലോ മോനെ. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾ ഞാൻ ആലോചിച്ചിട്ടില്ല ഒന്നിലും. മഴ അല്പം തോർന്നപ്പോൾ അവരവിടെ നിന്നിറങ്ങി. മമ്മി പെട്ടെന്ന് വേണം, സമയം 8 ആകാറായി, അമ്മച്ചി ചീത്ത വിളിക്കും. സ്റ്റാർ ഇട്ടതിന് ശേഷം പുൽക്കൂട് തയ്യാറാക്കാനുള്ള സാമഗ്രികൾ എടുക്കുന്നതിനിടയിൽ ആൻഡോ പറഞ്ഞു. വീട്ടിലെ ഗസ്റ്റ് റൂമിൽ തന്നെ പുൽക്കൂട് തയ്യാറാക്കാൻ തുടങ്ങി. ഒരാഴ്ച മുമ്പേ വെയിലത്തിട്ടുണക്കിയ കച്ചിപ്പുല്ല് എൽസമ്മ ആൻഡോയ്ക്ക് കൊണ്ടു കൊടുത്തു. പുൽക്കൂട് തയ്യാറാക്കിയതിന് ശേഷം മേടിച്ച ചെറിയ ക്രിസ്മസ് മരവും ആൻഡോ അസംബിൾ ചെയ്തു. നീലയും ചുമപ്പും മാറി മാറി മിന്നുന്ന അലങ്കാര വിളക്കും കൂടി ചേർത്തപ്പോൾ എല്ലാം നല്ല ഭംഗിയായി. മമ്മി, റൂമിലെ ലൈറ്റൊന്ന് ഓഫാക്കിയേ. എൽസമ്മ തയ്യാറാക്കി കൊണ്ടുവന്ന ചായ കുടിക്കുന്നതിനിടയിൽ ആൻഡോ പറഞ്ഞു. എന്ത് രസമാണ് കാണാൻ, അല്ലയോ? നന്നായിട്ടുണ്ട്. അലങ്കാര വിളക്കുകളിൽ ഭംഗി പൂണ്ട പുൽക്കൂടും മരവും കണ്ട് എൽസമ്മ പറഞ്ഞു. അവരുടെ മുഖത്ത് സന്തോഷം വിളയാടി. മുറിയിലുണ്ടായിരുന്ന അരണ്ട വെളിച്ചത്തിൽ എൽസമ്മയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം ആൻഡോ കണ്ടു. ആ ഒരു അന്തരീക്ഷം ആൻഡോയെ ചെറുതായി ഉണർത്തി. ആൻഡോയുടെ നോട്ടം കണ്ട് ഒരു ചെറിയ ചിരിയോടെ എൽസമ്മ ലൈറ്റ് ഓണാക്കി. മമ്മി, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ആൻഡോ വെളിയിൽ പോയി. സിറ്റ് ഔട്ടിൽ വെച്ചിരുന്ന പൊതി എടുത്തുകൊണ്ട് വന്നു. മുറിയിൽ കിടന്നിരുന്ന കവറുകളും പേപ്പറും വാരിയെടുക്കുവായിരുന്ന എൽസമ്മയുടെ കയ്യിലേക്ക് നീട്ടി. എന്തുവാ മോനെ ഇത്? മമ്മി ഒന്ന് തുറന്നു നോക്കിയേ, ഇഷ്ടപ്പെട്ടോ എന്ന് പറ. എൽസമ്മ കണ്ണുകൾ മിഴിച്ച് കവർ കയ്യിൽ വാങ്ങി. കവറിനകത്തെ പേപ്പർ പൊതി തുറന്നു നോക്കിയപ്പോൾ കടും നീല നിറത്തിലുള്ളൊരു സാരി. അയ്യോ എൻ്റെ മോനെ! എൽസമ്മയ്ക്ക് സന്തോഷത്താൽ കണ്ണുകൾ നിറഞ്ഞു. എന്നാത്തിനാടാ കാശ് വെറുതെ കളയുന്നേ? ക്രിസ്മസ് ഒക്കെ അല്ലേ മമ്മി, മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? അത് പറയേ. കണ്ണുകൾ നിറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ എൽസമ്മ സാരിയിൽ കൈകൾ ഓടിച്ചു. കൊള്ളാം, നല്ലതാ. എത്രയായി ഇതിന്? അതൊന്നും പറയില്ല മമ്മി, ഇതുപോയൊന്ന് ഇട്ട് വന്നേ, കൊള്ളാമെന്ന് നോക്കട്ടെ. എൽസമ്മ വളരെയധികം സന്തോഷിച്ചു. ഞാൻ ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് എൽസമ്മ സാരിയുമായി അവരുടെ മുറിയിൽ കയറി. ആൻഡോ പുൽക്കൂടിൽ കുറച്ച് മിനുക്കുപണികൾ കൂടി നടത്തി. ചായ മൊത്തം കുടിച്ച് ഗ്ലാസ് മേശയിൽ വെച്ചപ്പോൾ എൽസമ്മയുടെ മുറിയിൽ നിന്നും പാതി ചാരിയ വാതിൽ വിടവിലൂടെ വെട്ടം വരുന്നത് ശ്രദ്ധിച്ചു. വെളിയിൽ ചാറിയിരുന്ന മഴശബ്ദം അവൻ്റെ ചിന്തകളെ മൂടി. ഒന്ന് പോയി നോക്കിയാലോ അവൻ ആലോചിച്ചു. ആൻഡോയെ, വന്ന് നോക്കിയേ. മുറിക്കകത്തു നിന്നുള്ള എൽസമ്മയുടെ വിളി അവനെ ചിന്തകളിൽ നിന്നുണർത്തി. കഴിഞ്ഞോ മമ്മി എന്ന് പറഞ്ഞ് അവൻ ചെന്നു. താൻ കൊടുത്ത സാരി അണിഞ്ഞ് ചിരിച്ചുകൊണ്ട് എൽസമ്മ റൂമിൽ നിൽക്കുന്നു. എങ്ങനുണ്ടടാ, കൊള്ളാവോ? എൽസമ്മ ചോദിച്ചു. എൽസമ്മയുടെ 170 സെൻറ്റിമീറ്റർ ഉയരമുള്ള വെളുത്ത് അല്പം തടിച്ചതെങ്കിലും ഉറച്ച ശരീരത്തിൽ ആ സാരി നന്നായി കിടന്നു. പറയാൻ വാക്കുകളില്ല മമ്മി, സൂപ്പർ. എൽസമ്മ അവരുടെ മുറിയിലെ കണ്ണാടിയിൽ നോക്കി നിന്നു. സാരിയുടെ തുമ്പിൽ എന്തോ സ്റ്റിക്കർ ഒട്ടിയിരിക്കുന്നത് ആൻഡോ കണ്ടു. മമ്മി, ഇതാ അവിടെ ഒരു സ്റ്റിക്കർ. എവിടാടാ? റൂമിലെ ഡോറിൻ്റെ അവിടെ നിൽക്കുകയായിരുന്ന ആൻഡോ അകത്തേക്ക് ചെന്നു. സാരിയുടെ തുമ്പുയർത്തി അവൻ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു.
പിറകിൽ നിന്നപ്പോൾ അവൻ്റെ അത്രയും തന്നെ ഉയരമുള്ള എൽസമ്മയുടെ നീണ്ട കഴുത്തും ബ്ലൗസിനകത്ത് തിളങ്ങുന്ന അവരുടെ ഉറച്ച പുറവും തോളും ആൻഡോ ശ്രദ്ധിച്ചു. സ്വയം നിയന്ത്രിക്കാനാകാതെ ആൻഡോ എൽസമ്മയുടെ വലത് തോളിൽ ഒരു ചുംബനം കൊടുത്തു. ഞെട്ടിത്തരിച്ച് എൽസമ്മ മാറി. എന്താ ആൻഡോ? നെഞ്ചിടിപ്പോടെ എൽസമ്മ ചോദിച്ചു. ഒന്നുമില്ല മമ്മി, ആൻഡോ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഞാൻ പോട്ടെ, സമയം ഒത്തിരിയായി. ചാറ്റൽ മഴ വകവയ്ക്കാതെ ആൻഡോ അവിടെ നിന്നും ഇറങ്ങി. അവൻ്റെ ചുണ്ടുകൾ തൻ്റെ തോളിൽ പതിഞ്ഞതിൻ്റെ കോരിത്തരിപ്പിൽ എൽസമ്മ കുറച്ചു നേരം കട്ടിലിരുന്നു. പിന്നെ എണീറ്റ് വെളിയിൽ പോയി നോക്കി. ആൻഡോയുടെ ബൈക്കില്ല. അവൻ പോയി. കുഞ്ഞി മഴയത്ത് എങ്ങനെ പോയി എന്ന് എൽസമ്മ ആലോചിച്ചു. സിറ്റ് ഔട്ടിലെയും കാർ പോർച്ചിലെയും ലൈറ്റുകൾ കെടുത്തി എൽസമ്മ ഡോർ അടച്ചു. സമയം 9 കഴിഞ്ഞിരുന്നു. ആഹാരവും കഴിച്ച് പാത്രങ്ങളും കഴുകിയതിനു ശേഷം എൽസമ്മ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു. ആൻഡോ അലങ്കരിച്ചു വെച്ച പുൽക്കൂട്ടിലെ വെട്ടം കെടുത്താൻ എൽസമ്മയ്ക്ക് മനസ്സ് വന്നില്ല. സ്റ്റാറും ഗസ്റ്റ് റൂമിലെ അലങ്കാര ദീപങ്ങളും കെടുത്താതെ അവരുറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. മനസ്സിൽ മൊത്തം ആൻഡോയെ പറ്റിയുള്ള ചിന്തകൾ മാത്രം. അവൻ ഇന്നൊരു സാരി തന്നിരിക്കുന്നു. അവൻ തന്നെ അതിനും മാത്രം സ്നേഹിക്കുന്നു എന്ന് എൽസമ്മ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആൻഡോ, അവൻ തൻ്റെ അടുക്കൽ ഇത്രയും സ്വാതന്ത്ര്യമായി ഒരാളും ഇടപെട്ടിട്ടില്ല. അതുപോലെ ഒരാണിൻ്റെ അടുത്തും താനിങ്ങനെ അവനെ മകനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാവാം. പക്ഷേ താൻ അവനെ മകനെ പോലെയാണോ കാണുന്നത് എന്ന് സ്വയം ചോദിച്ചു. അല്ലെങ്കിൽ അവൻ തന്നെ അവൻ്റെ മമ്മിയെ പോലെയാണോ കാണുന്നത്? അല്ല, അതവൻ പറഞ്ഞിട്ടുണ്ട്. തമ്മിൽ ചിലപ്പോൾ സംസാരിക്കുന്ന വിഷയങ്ങൾ, അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, എൻ്റെ കർത്താവേ. അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. ഇടയ്ക്കെന്തോ വിറയ്ക്കുന്ന ശബ്ദം കേട്ടാണ് എൽസമ്മ എണീക്കുന്നത്. തറയിൽ കട്ടിലിനടിയിൽ വെച്ചിരുന്ന മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നു. സമയം 11:15. നോക്കിയപ്പോൾ ആൻഡോയുടെ കോള്. മമ്മി, ഞാൻ വീടിൻ്റെ പിറകിൽ അടുക്കളയുടെ അവിടെ നിൽപ്പുണ്ട്. ആൻഡോയുടെ ആ വാക്കുകൾ എൽസമ്മയുടെ ഉള്ളിൽ വെല്ലടി വെട്ടി. കട്ടിലിൽ നിന്ന് എണീറ്റ് അടുക്കളയിൽ നടന്നെത്തിയത് സ്വബോധത്തോടെ ആയിരുന്നില്ല. എൻ്റെ ഈശോയെ, എന്തോന്നാ ആൻഡോ നിനക്ക്? അടുക്കളയിൽ നിന്ന് എൽസമ്മ ഫോണിലൂടെ ചോദിച്ചു. ആൻഡോ ആ കതകിൻ്റെ പിറകിൽ നിൽപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ എൽസമ്മ ആകെ വല്ലാതെയായി. വെളിയിൽ മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു. മമ്മി പ്ലീസ്, ഞാൻ ഇവിടെ നിന്ന് നനയുക. ഫോൺ കട്ട് ചെയ്ത് 4-5 നിമിഷങ്ങൾ പകച്ചു നിന്ന ശേഷം എൽസമ്മ അടുക്കള വാതിൽ തുറന്നു പോയി. എങ്ങും നല്ല ഇരുട്ട് മാത്രം. ഗസ്റ്റ് റൂമിലുള്ള അലങ്കാര വിളക്കിൻ്റെ നേരിയ പ്രകാശം മാത്രം അടുക്കളയിലുണ്ട്. വെളിയിൽ നിന്നും മഴവെള്ളം കാറ്റിൻ്റെ ശക്തിയിൽ അകത്തേക്ക് തെറിക്കാൻ തുടങ്ങി. എൽസമ്മ നോക്കി നിൽക്കെ ആൻഡോ അകത്തേക്ക് കയറി വന്നു. എൽസമ്മ ഉടനെ വാതിലടച്ചു പൂട്ടി. ആൻഡോ, നിനക്ക് എന്തുവാടാ? ദേഷ്യത്താൽ എൽസമ്മ ആൻഡോയോട് അലറി. എൽസമ്മയുടെ ദേഷ്യം പടർന്ന മുഖം ഇരുട്ടിൽ അത്ര വ്യക്തമല്ലായിരുന്നുവെങ്കിലും തന്നോട് ആദ്യമായി കയർത്ത എൽസമ്മയുടെ ഉള്ള് ആൻഡോ അറിഞ്ഞു. ആൻഡോ ഒന്നും പറഞ്ഞില്ല. നിന്നോട് ചോദിച്ച കേട്ടില്ലേ? ദേഷ്യം അടങ്ങാതെ എൽസമ്മ നിന്നു. ഉറക്കം വരുന്നില്ല. എനിക്ക് മമ്മിയെ കാണണമെന്ന് തോന്നി. എൽസമ്മയുടെ ദേഷ്യം പൊടുന്നനെ സങ്കടമായി മാറി. പേടി കലർന്ന സങ്കടം. എൻ്റെ കർത്താവേ, എനിക്കറിയില്ല. എൽസമ്മ തേങ്ങിക്കൊണ്ട് ഗസ്റ്റ് റൂമിലേക്ക് പോയി. പതിയെ താൻ ചെയ്തതിൻ്റെ അപകടം ആൻഡോയ്ക്കും മനസ്സിലായി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ രാത്രിയിൽ വരിക. ആൻഡോ പതുക്കെ ഗസ്റ്റ് റൂമിലേക്ക് നീങ്ങി. മിന്നുന്ന അലങ്കാര വെളിച്ചത്തിൽ ഡൈനിങ് ടേബിളിൽ തലയിൽ കൈകൾ വെച്ചിരിക്കുന്ന എൽസമ്മയെ ആൻഡോ കണ്ടു. അവൻ അടുത്തേക്ക് പോയില്ല. നനഞ്ഞു കുതിർന്ന തുണികളുമായി ഒരല്പം മാറി അവൻ നിന്നു. വെളിയിൽ ഉച്ചത്തിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം മാത്രം അവർക്ക് കൂട്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൽസമ്മ തലയിൽ നിന്ന് കൈയെടുത്തു. കണ്ണുനീര് തുടച്ച് ആൻഡോയെ നോക്കി. സോറി മമ്മി, ആൻഡോ അവിടെ നിന്നുകൊണ്ട് നിർവികാരനായി പറഞ്ഞു. കുറച്ചു നിമിഷം ആൻഡോയെ നോക്കി അങ്ങനെ ഇരുന്നതിന് ശേഷം എൽസമ്മ അവിടെ നിന്നും എണീറ്റ് ആൻഡോയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുമ്പിൽ നിന്നു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. വാ. ആൻഡോയുടെ കയ്യിൽ പിടിച്ച് എൽസമ്മ നടന്നു.
എന്താണ്, എങ്ങോട്ടാണെന്ന് ആൻഡോയ്ക്ക് മനസ്സിലായില്ല. എൽസമ്മ ആൻഡോയെയും കൊണ്ട് അവരുടെ മുറിയിൽ പോയി അവരുടെ കട്ടിലിനടുത്ത് നിന്നു. കൈകൾ വിടുവിച്ച് കുറച്ചകന്ന് നിന്ന ശേഷം ആൻഡോ നോക്കി നിൽക്കെ എൽസമ്മ അവരുടെ നൈറ്റിയുടെ ബട്ടണുകൾ അഴിച്ച് തലയ്ക്ക് മുകളിലൂടെ ഊരിക്കളഞ്ഞു. ശേഷം ആൻഡോയുടെ അടുത്തേക്ക് വന്നു. ഈ രാത്രി നീ നിൻ്റെ ആഗ്രഹം എല്ലാം തീർത്തോളൂ മോനെ. എൽസ ആൻഡോയുമായി കട്ടിലിലേക്ക് മറിഞ്ഞു. അന്ന് ആൻഡോ ആദ്യമായി ഒരു സ്ത്രീയുമായി, അതും അവൻ്റെ കൂട്ടുകാരൻ്റെ മമ്മിയുമായി എല്ലാ തരത്തിലുമുള്ള ബന്ധത്തിലേർപ്പെട്ടു. പിറ്റേന്ന് ഉറക്കത്തിൽ എപ്പോഴോ ആൻഡോ ഉണർന്നപ്പോൾ എൽസമ്മയെ അടുത്ത് കണ്ടില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ട് ക്ഷീണിതനായ അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. ആൻഡോ മോനെ എണീക്ക്. അല്പം കഴിഞ്ഞപ്പോൾ എൽസമ്മയുടെ വിളി കേട്ട് ആൻഡോ കണ്ണു തുറന്നു. കുളി കഴിഞ്ഞ് മുടിയിൽ തോർത്തും കെട്ടി പുതിയ നൈറ്റി ധരിച്ച് എൽസമ്മ അവനെ കുലുക്കി വിളിച്ചു. ആൻഡോ കണ്ണുകൾ തിരുമ്മി എണീറ്റു. മോനെ പകലാകാറായി, കുളിച്ചിട്ട് നീ പോ. നിർവികാരമായ മുഖത്തോടെ എൽസമ്മ പറഞ്ഞു. ആൻഡോ അങ്ങനെ തന്നെ നടന്നുപോയി കുളിമുറിയിൽ കയറി. കുളിച്ച് തീരാറായപ്പോൾ തോർത്തുവായി വന്ന് എൽസമ്മ കതകിൽ മുട്ടി. വാതിൽ തുറന്നത് വാങ്ങി ആൻഡോ ശരീരം തുടച്ചപ്പോൾ വാതിൽപ്പടിയിൽ നിന്ന് എൽസമ്മ ആൻഡോയെ ആകെ മൊത്തം ഒന്ന് നോക്കി. ഇരുവരും ഒന്ന് ചിരിച്ചു കാണിച്ചു. സമയം രാവിലെ 3:30 കഴിഞ്ഞിരുന്നു. മഴ അപ്പോൾ ചാറ്റൽ മാത്രമായിരുന്നു. അടുക്കള വാതിൽ എമർജൻസി വെട്ടത്തിൽ തുറന്ന് പുറത്തിറങ്ങി ആരുമില്ലെന്ന് എൽസമ്മ ഉറപ്പാക്കി. പൊയ്ക്കോ, എൽസമ്മ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ശരി മമ്മി. ആൻഡോ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ തിരിഞ്ഞു നിന്ന് എൽസമ്മയെ ഒന്നുകൂടി നോക്കി. തിരിച്ചു കയറി ചെന്ന അവൻ എൽസമ്മയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. എൽസമ്മ ഒന്നും പറഞ്ഞില്ല, ഒരു ചിരി മാത്രം വരുത്തി. പോട്ടെ മമ്മി. ആൻഡോ മോനെ. എന്താ മമ്മി? പോകാനിറങ്ങിയ ആൻഡോ സൈക്കിളെടുത്ത് നടക്കാൻ തുടങ്ങുമായിരുന്നു. മോനെ നീ ഇനി എന്നെ മമ്മി എന്ന് വിളിക്കരുത്. ആൻഡോയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. നീ എന്നെ ആൻറ്റി എന്ന് വിളിച്ചോ, അതാ നല്ലത്. ശരിയെന്ന് പറഞ്ഞ് അവൻ പോയി. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ എൽസമ്മയ്ക്ക് മനസ്സിനും ശരീരത്തിനും മടുപ്പ് മാത്രമായിരുന്നു. എല്ലാത്തിനോടും ഒരു തരം വെറുപ്പ്. താനൊരു വെറുക്കപ്പെട്ടവളാണെന്ന് തോന്നൽ എൽസമ്മയിൽ വല്ലാതെ കൂടി. അവരിടയ്ക്കിടെ സ്വന്തം മനസ്സിനെയും ശരീരത്തെയും സ്വയം ശപിച്ചു. താനൊരു വേശ്യയാണെന്ന് എൽസമ്മ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ അമ്മാമ്മേ വല്ലാതിരിക്കുന്നേ, വയ്യായോ? റബ്ബർ വെട്ടുന്നതിനിടയിൽ ശ്രീജയും ലക്ഷ്മിയും ചോദിച്ചു. ചെറിയ തലവേദനയാണെന്ന് പറഞ്ഞ് എൽസമ്മ രക്ഷപ്പെട്ടു. കുരിശുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്നെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെ താൻ പള്ളിയിൽ കയറും? തിരുരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെ പ്രാർത്ഥിക്കും എന്നോർത്ത് എൽസമ്മ വിതുമ്പി. മകനാകാൻ പ്രായമുള്ള ഒരാളുടെ കൂടെ താൻ എന്തൊക്കെയാണ് ആ രാത്രിയിൽ കാട്ടിക്കൂട്ടിയത് എന്നോർത്ത് എൽസമ്മ സ്വയം ശപിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. ക്രിസ്മസ് തലേന്ന് പകൽ ആൻഡോ വിളിച്ചു. പള്ളിയിൽ പകലുള്ള പ്രാർത്ഥനയ്ക്ക് 2 ദിവസമായി കാണാഞ്ഞിട്ട് അച്ഛനും മറ്റും അന്വേഷിച്ചതിൻ്റെ പേടിയിലായിരുന്നു ആൻഡോ. തനിക്ക് വയ്യ, പനിയാണെന്ന് പറഞ്ഞെങ്കിലും ഒന്നും പറയണ്ട, 1 മണിക്കൂർ കഴിയുമ്പോൾ താൻ അങ്ങോട്ട് വരുമെന്നും കൂടെ പള്ളിയിൽ വരണമെന്നും ആൻഡോ പറഞ്ഞു. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് എൽസമ്മ വസ്ത്രം മാറാൻ തുടങ്ങി. കഴിഞ്ഞ 27 കൊല്ലമായി കാണുന്ന തിരുരൂപത്തിന് മുമ്പിൽ പാപത്തിൽ കുളിച്ചു നിൽക്കുന്ന താൻ എങ്ങനെ നോക്കുമെന്നോർത്ത് എൽസമ്മ വിഷമിച്ചു. സാരി പകുതി ഉടുത്ത് അവർ കട്ടിലിരുന്നു. തന്നെ ഇനി രക്ഷിക്കാൻ ആർക്കും ആകില്ല എന്ന് എൽസമ്മ ചിന്തിച്ചു. സ്വർഗത്തിൻ്റെ കവാടം ഇനി തനിക്ക് വേണ്ടി തുറക്കില്ല എന്നോർത്ത് അവർ കരഞ്ഞു. ഒരല്പം ശാന്തിക്ക് കുമ്പസാരിക്കണമെന്ന് എൽസമ്മ ചിന്തിച്ചു. ആ ചിന്ത പിന്നെ തീരുമാനമായി. പക്ഷെ എങ്ങനെ അത് അച്ഛനോട് പറയുമെന്നോർത്ത് വ്യാകുലയായി എൽസമ്മ കട്ടിലിൽ സാരി പകുതി ഉടുത്ത് കിടന്നു. സമാധാനത്തിനായി കണ്ണുകൾ അടച്ചു. പള്ളിയിൽ തിരക്ക് കുറവായിരുന്നു. തിരുരൂപത്തിന് പതിവിലും കൂടുതൽ പ്രഭയുള്ളതായി എൽസമ്മയ്ക്ക് തോന്നി. ആകെ ഒരു ശാന്തത മനസ്സിലുണ്ടായിരുന്നു. കുമ്പസരിക്കുന്നതിന് മുമ്പ് തിരുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ എൽസമ്മ തീരുമാനിച്ചു. നിറ കണ്ണുകളോടെ മുട്ടുകുത്തി എൽസമ്മ കണ്ണുകൾ അടച്ചു.
പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, ഈ പരിശുദ്ധനാകുന്നു. അവിടുന്ന് ഈ പാപിയോട് പൊറുക്കണമേ. പാപിയോ? ആരാണ് പാപി കുഞ്ഞേ? ഒരു ശബ്ദം, സാന്ത്വനമായ ആ ഒരു മൃദു ശബ്ദം എൽസമ്മയോട് ചോദിച്ചു. അത്ഭുതം പൂണ്ട് എൽസമ്മ കണ്ണുകൾ തുറന്നു. ആരുമില്ല. കണ്ണുനീരൊഴുകി എൽസമ്മ വീണ്ടും കണ്ണുകൾ അടച്ചു. എൻ്റെ ഈശോയെ, നീ ഒരു പാപിയല്ല കുഞ്ഞേ, നീ എനിക്ക് എന്നും പ്രിയപ്പെട്ടവളാണ്. ആ ശബ്ദം വീണ്ടും കേട്ടതിൻ്റെ കോരിത്തരിപ്പിൽ എൽസമ്മ കണ്ണുകൾ അടച്ചിരുന്നു. വിറയ്ക്കുന്ന ശ്വാസത്തോടെ എൽസമ്മ വീണ്ടും പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു അഭിസാരികയെ പോലെ ഞാൻ അഴിഞ്ഞാടുകയായിരുന്നു. എന്നിട്ടും കരുണാമയനായ അവിടുന്ന് ഈ ഉള്ളവളെ പ്രിയപ്പെട്ടവളെന്ന് വിളിക്കുന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല കുഞ്ഞേ. പാപമെന്ന് നീ പഠിച്ചതും കരുതുന്നതും ഒന്നും പാപമല്ല. എല്ലാ നന്മകളും പാപങ്ങളും മനുഷ്യ സൃഷ്ടിയാണ്. പ്രകൃതി മാത്രമാണ് ശരി. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ദൈവമേ. ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിന് പുറത്ത് 30 വയസ്സോളം ഇളയതായ ഒരാളുടെ കൂടെ എന്താണ് കുഞ്ഞേ? കർത്താവേ, എനിക്കത് പറയാൻ കഴിയില്ല. ഞാൻ എല്ലാം അറിയുന്നുണ്ട് കുഞ്ഞേ, എനിക്കെല്ലാം അറിയാം. നീ അവൻ്റെ കൂടെ ചെയ്തത് സ്നേഹം മാത്രമാണ്. മനസ്സും ശരീരവും ഒന്നിച്ച ഒരു സ്നേഹമുഹൂർത്തമാണ്. പ്രകൃതിയിൽ അതൊരു തെറ്റല്ല. നീ ഇതുവരെ ജീവിച്ചതും ഇനിയുള്ള നാളുകളും ഓരോ മുഹൂർത്തവും നിശ്ചയിക്കപ്പെട്ടതാണ്. എനിക്കറിയില്ല എൻ്റെ കർത്താവേ, നീ എന്നോട് പൊറുക്കണവേ. നീ കരയരുത് കുഞ്ഞേ. നീ ഒരു നല്ല ഭാര്യയായിരുന്നു, നല്ലൊരമ്മയായിരുന്നു. 2 ജീവനുകളെ നീ വഴികാട്ടി. ഇത്രയും കാലം സ്വന്തം സന്തോഷം മാറ്റിവെച്ച നിനക്ക് അർഹിക്കുന്ന, അവകാശപ്പെടാവുന്ന സന്തോഷം മാത്രമാണ് ആൻഡോയിൽ നിന്ന് കിട്ടിയത്. അത് നീ പൂർണ്ണമായി സ്വീകരിക്കുക. ഞാനൊരു പാപിയല്ല, ഞാൻ വിഷമിക്കേണ്ട, എൻ്റെ ഈശോ എന്നോട് പറയുന്നു. അതേ കുഞ്ഞെ, എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവും നീ ചെയ്തിട്ടില്ല. സ്വയം ചങ്ങലകളാൽ ബന്ധിക്കാതെ സ്വതന്ത്രയാകൂ. സ്നേഹം തരുന്നവനെ തിരികെ സ്നേഹിക്കൂ. നീയും സ്നേഹം ഏറ്റുവാങ്ങൂ. സർവ്വതിലുള്ള എന്നിൽ നിന്ന് നീ എന്ത് മറയ്ക്കാനാണ്? നീ സന്തോഷത്തോടെ ഇരിക്കൂ കുഞ്ഞെ. പൊടുന്നനെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് എൽസമ്മ കണ്ണു തുറന്നു. എല്ലാം ഒരു സ്വപ്നമായിരുന്നു. സാരി പെട്ടെന്നുടുത്ത് മുഖം കഴുകി എൽസമ്മ ഡോറ് ചെന്ന് തുറന്നു. ആൻഡോ ആയിരുന്നു അത്. ഇപ്പോൾ വരാമേ. പെട്ടെന്നൊരു ചിരി നൽകിയതിനു ശേഷം എൽസമ്മ അകത്തേക്ക് പോയി താക്കോലെടുത്തുകൊണ്ട് വന്നു. പള്ളിയിലേക്കുള്ള ബൈക്കിലെ യാത്രയിൽ അവരൊന്നും മിണ്ടിയില്ല. തിരുരൂപത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. സ്വപ്നമായിരുന്നുവെങ്കിലും എന്തോ ഒരു ദിവ്യത അതിനുള്ളതായി എൽസമ്മ അറിഞ്ഞു. തന്നിൽ നിറഞ്ഞു നിന്നിരുന്ന പാപമേഘങ്ങൾ പെയ്തൊഴിഞ്ഞു പോയതായി എൽസമ്മ അറിഞ്ഞു. എൽസമ്മയെ തിരികെ വീട്ടിലേക്ക് ആൻഡോ കൊണ്ടുപോയി. മമ്മിയുടെ ആൻറ്റിയുടെ തലവേദന മാറിയോ? ബൈക്ക് ഓടിച്ചപ്പോൾ ആൻഡോ ചോദിച്ചു. ആ, കുറവുണ്ട്. ബിനി ചേച്ചി എന്നാ വരുന്നേ? 29-ന് വരും. രാവിലത്തെ ഫ്ലൈറ്റിന്. എറണാകുളത്താ. എബിച്ചാച്ചൻ വിളിച്ചായിരുന്നോ? അവൻ ഇന്നലെ വിളിച്ചു, ഞാൻ കണ്ടില്ല. ഇന്ന് വിളിക്കുമായിരിക്കും. എന്നെ വിളിച്ചായിരുന്നു. എൽസമ്മ മൂളി. റോഡിൽ വിജനമായ ഒരു സ്ഥലമെത്തി. ആൻഡോ ബൈക്ക് റോഡ് സൈഡിലേക്ക് നിർത്തി. ആൻറ്റി ഒന്ന് ഇറങ്ങിയേ, ആൻഡോ പറഞ്ഞു. എന്തിനാ മോനെ? പറയാം. എൽസമ്മ ബൈക്കിൽ നിന്നിറങ്ങി. അവർ ആൻഡോയുടെ മുഖത്തേക്ക് നോക്കി. മമ്മിക്ക് കഴിഞ്ഞതിനെപ്പറ്റി ഓർത്ത് വിഷമമാണെന്നറിയാം. സോറി. എൽസമ്മ ഒന്നും പറഞ്ഞില്ല. അവർ റോഡിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി. മമ്മി എന്നോട് എന്തേലും പറയുവോ? ഞാൻ എന്തു പറയാനാ? മമ്മിക്ക് നമ്മൾ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ? കള്ളം പറയരുത്. ആൻഡോ വാ പോകാം, ആരേലും വരും. ആൻഡോ ബൈക്കിൽ നിന്നിറങ്ങി. എന്നിട്ട് കുനിഞ്ഞിരുന്ന് ബ്രേക്ക് കേബിളിൽ പണിഞ്ഞുകൊണ്ടിരുന്നു. ബൈക്കിന് എന്തോ പ്രശ്നമുള്ളതുപോലെ ഞാനിരിക്കാം. നമുക്കിവിടെ ഒന്ന് സംസാരിക്കാം. മമ്മി പറയേ. മമ്മിക്ക് ഞാൻ വീട്ടിലോട്ട് വരുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ പറയണം. ഞാൻ എന്ത് പറയാനാ ആൻഡോ? മമ്മിയെ ഞാൻ ആദ്യം ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല. പള്ളിയിലോട്ട് പോയപ്പോൾ സംസാരിച്ചില്ല. സോ ഐ നീഡ് ടു നോ. മമ്മിക്ക് എന്നോട് വെറുപ്പാണോ? എനിക്കൊരു വെറുപ്പുമില്ല. പിന്നെ? എൽസമ്മ ആകെ അസ്വസ്ഥയായി.
ദൂരെ എവിടെ നിന്നോ വണ്ടി വരുന്നതിൻ്റെ ശബ്ദം കേട്ടു. ആൻഡോ മതി, എണീക്ക്, നമുക്ക് പോകാം. ആൻഡോ എണീറ്റ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവർ വീട്ടിലേക്ക് പോയി. അവർ എൽസമ്മയുടെ വീട്ടിലെത്തി. ഒന്നും സംസാരിക്കാത്ത ആകാംക്ഷയിലായിരുന്നു ആൻഡോ. ബൈക്ക് പുറത്ത് വെച്ചതിന് ശേഷം എൽസമ്മ പോയതിന് പുറകെ ആൻഡോയും പോയി. ഓടി വന്ന ടിപ്പുവിനെ ആൻറ്റി പരിപാലിച്ചു. വീട് തുറന്ന് എൽസമ്മ അകത്ത് കയറി. ആൻഡോ നടന്ന് കാർപോച്ചിൽ ചെന്നെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് വിഷമിച്ച് ആൻഡോ സിറ്റ് ഔട്ടിലിരുന്നു. കുറച്ച് നിമിഷങ്ങൾ പോയി. ആൻഡോ, എൽസമ്മ അകത്ത് നിന്ന് വിളിച്ചപ്പോൾ ആൻഡോ ചിന്തകളിൽ നിന്ന് ഉണർന്നു. പതിയെ അവൻ കസേരയിൽ നിന്ന് എണീറ്റ് അകത്തുപോയി. എന്താ മമ്മി? എവിടെയെന്നറിയാതെ അവൻ ഗസ്റ്റ് റൂമിൽ നിന്ന് ചോദിച്ചു. ഇങ്ങ് വാ. എൽസമ്മയുടെ മുറിയിൽ നിന്നാണ് ശബ്ദമെന്ന് മനസ്സിലാക്കി ആൻഡോ അവിടേക്ക് ചെന്നു. മുറിക്ക് പുറത്തു നിന്ന് അകത്തേക്ക് നോക്കിയ ആൻഡോ സ്തബ്ധനായി. സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പൂർണ്ണ നഗ്നയായി തലമുടി പിറകിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് എൽസമ്മ നിൽക്കുന്നു. ആൻഡോയുടെ വായിൽ വെള്ളം നിറഞ്ഞു. പോയി കതകടച്ചിട്ട് വാ, എൽസമ്മ വീണ്ടും പറഞ്ഞപ്പോൾ ബോധം വീണ്ടെടുത്ത ആൻഡോ വേഗത്തിൽ പോയി കതകടച്ചു. തിരികെ വന്ന് ആൻഡോ എൽസമ്മയെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി എൽസമ്മ പറഞ്ഞു, ഇതൊന്നും ആരോടും ഒരിക്കലും പറയില്ല എന്ന് സത്യം ചെയ്യണം, കേട്ടല്ലോ? ശരി ആൻറ്റി. പിന്നെ ഞാൻ എന്നാണോ ഇതൊക്കെ നിർത്താൻ പറയുന്നത് അന്ന് നിർത്തിയേക്കണം. എല്ലാം മമ്മിയുടെ ഇഷ്ടം പോലെ. ആൻഡോ അവരെ കെട്ടിപ്പുണർന്നു. എൽസമ്മ ആൻഡോയെ കട്ടിലിരുത്തി ഒന്നുകൂടെ നെറുകയിൽ ചുംബിച്ചു. പിന്നൊരു കാര്യം കൂടി, മമ്മി എന്ന് എബിയോ മോളോ മറ്റാരേലും ഉള്ളപ്പോൾ വിളിച്ചാൽ മതി, അല്ലാത്തപ്പോൾ വേണ്ട. ആൻഡോ അതിനും തലയാട്ടി. ചിരിച്ചുകൊണ്ട് എൽസമ്മ ആൻഡോയുമായി ബെഡിലേക്ക് മറിഞ്ഞു. അങ്ങനെ അവരുടെ ബന്ധം ആരും അറിയാതെ കുറേ കാലം തുടർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ഒരു ഇടയ്ക്കത്തെ പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. സ്റ്റോറി ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പം നമുക്ക് പുതിയൊരു സ്റ്റോറിയായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. വിത്ത് ലവ്, അലീന.